നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 26-ാം തീയതി 1199 ആണ്ട് മേടമാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രം പൂർണ്ണ നക്ഷത്രമാണ്. പൂർണ്ണ നക്ഷത്രമാണ് അനിഴം. ശുഭനക്ഷത്രമാണ് അനിഴം. ശുഭദിവസമാണ് വെള്ളിയാഴ്ച. ശുക്രവാരം, ശുക്രൻ്റെ ദിവസവും കൂടിയാണ് ഇന്ന്. ഇപ്പോൾ പൂർണ്ണ നക്ഷത്രം ആണ് ഇന്ന് അനിഴ നക്ഷത്രം. അതേപോലെ ശുഭ ദിനം, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഇങ്ങനെ ഒത്തു വന്നാൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾ വേണമോ ഇന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അറച്ചു നിൽക്കേണ്ടതില്ല. എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. അത് ചെയ്താൽ വിജയിക്കുന്ന സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ശുഭപ്രദമായ കാര്യങ്ങൾ നടക്കാൻ അനുകൂലപ്രദമായ സമയമെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, അനിഴ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും ഒക്കെ നടക്കുകയാണ്. അതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വെള്ളിയാഴ്ചയും ആയിട്ട് വന്നിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഏറെ ശമനം വരും. സാമ്പത്തിക ബ്ലോക്ക് മാറിക്കിട്ടും. ശുക്രന് എല്ലാവിധ സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യും. ധനസൗഖ്യത്തെ തരും, മനസൗഖ്യം തരും, ശരീരസൗഖ്യത്തെ തരും. അപ്പോൾ സുഖസൗഖ്യങ്ങളെ പ്രദാനം ചെയ്യുന്നവനാണ് ശുക്രൻ. ആ ശുക്രൻ്റെ ദിവസം വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ സൗഭാഗ്യ ഫലങ്ങളെ പ്രദാനം ചെയ്തു തരും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. വാഹനം വാങ്ങാനോ വസ്തു മേടിക്കാനോ വീട് വെക്കാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് ശമനം ഉണ്ടാവും. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ല വിവാഹ ആലോചനകൾ വരും. മാത്രമല്ല നല്ല ജീവിത പങ്കാളിയെ കിട്ടും. ഇതിനെല്ലാം അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരും, പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്ത ആൾക്കാരും ഇന്നത്തെ പോസിറ്റീവ് എനർജി അവരിലേക്ക് സ്വീകരിക്കാനായി ചുവന്ന വസ്ത്രം, ചുവപ്പ് മിക്സായിട്ടുള്ള വസ്ത്രമോ ധരിക്കുക. വസ്ത്രധാരണത്തിനുള്ള പ്രത്യേകത പ്രകൃതിയിലുള്ള എനർജി ബോഡിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രം സഹായിക്കും. നമ്മളിലേക്ക് ആ എനർജിയെ ആഗിരണം ചെയ്യും. അതുകൊണ്ട് വസ്ത്രധാരണത്തിന് പറ്റിയില്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പ് കയ്യിൽ കരുതുകയോ, ചുവന്ന പൊട്ട്, അത് കുങ്കുമ പൊട്ട് ഇട്ടാലും മതി, ചുവന്ന പൊട്ട് നെറ്റിയിൽ തൊടുക. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും ചില സമയങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. പ്രത്യേകിച്ച് യാത്രാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാവുകാല സമയം ഒഴിവാക്കി കളയുക. രാവുകാല സമയം യാത്രയ്ക്ക് നല്ലതല്ല. ഇന്നും 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാവുകാല സമയം വരുന്നത് 10:30 മണിക്കല്ല, 10:50 തൊട്ട് 12:22 വരെ രാവുകാല സമയം. 10:50 തൊട്ട് 12:22 വരെ രാവുകാല സമയമുണ്ട്. അതേപോലെ ഗുളികകാല സമയം 7:25 തൊട്ട് 9:17 വരെയും, യമകണ്ഠ കാലസമയം 3:27 തൊട്ട് 5 മണി വരെയും യമകണ്ഠ കാലസമയമുണ്ട്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 12 മണി മുതൽ 12:48 വരെയാണ്. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സമയം
നമുക്ക് രാവുകാലമോ ഗുളികകാലമോ യമകണ്ഠനോ ഇല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നറിയുക. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം ശുഭപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.